BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. എറണാകുളം ജില്ലാ കൊച്ചി കോർപ്പറേഷൻ തദ്ദേശ അദാലത്തുകളിൽ ആകെ 1017 ഫയലുകൾ തീർപ്പാക്കി. 601 പരാതികൾ മുൻകൂട്ടി ഓൺലൈനിലും 416 പരാതികൾ നേരിട്ടുമാണ് ലഭിച്ചത്. ഓൺലൈനിൽ ലഭിച്ചത് 551 പരാതികളും നേരിട്ട് ലഭിച്ചതിൽ 214 പരാതികളും തീർപ്പാക്കി. ഓൺലൈനിൽ ലഭിച്ച 17 പരാതികൾ നിരസിച്ചു. നേരിട്ട് ലഭിച്ചതിൽ 202 പരാതികൾ തുടർ പരിശോധനയ്ക്ക് വിട്ടു. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ്, കൊച്ചി മേയർ M അനിൽകുമാർ, ഡെപ്യൂട്ടി മേയർ KA അൻസിയ, പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ്, പ്രിൻസിപ്പൽ ഡയറക്ടർ S സാംബശിവ റാവു, അർബൻ ഡയറക്ടർ സൂരജ് ഷാജി, ചീഫ് എഞ്ചിനീയർ സന്ദീപ് KG, ചീഫ് ടൗൺ പ്ലാനർ ഷിജി ചന്ദ്രൻ, ജോയിന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ എന്നിവർ 2 ദിവസങ്ങളിലായി അദാലത്തിന് നേതൃത്വം നൽകി. ഇടക്കൊച്ചി സ്വദേശി അൻസിലയ്ക്ക് ലൈഫ് PMY പദ്ധതി പ്രകാരമാണ് വീട് ലഭിച്ചത്. പദ്ധതിയുടെ 3 ഗഡു തുക ലഭിക്കുകയും ചെയ്തു. എന്നാൽ പെർമിറ്റ് എടുത്തത് പ്രകാരമല്ല വീട് പൂർത്തിയാക്കിയതെന്ന കാരണത്താൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. ഇതോടെ 4ാം ഗഡു ലഭിച്ചില്ല. വീട് പൂർത്തിയാക്കാൻ ബാങ്ക് വായ്പയെ ആശ്രയിക്കേണ്ടി വന്നു. ഈ കാലയളവിൽ ഭർത്താവിന്റെ മരണവുമുണ്ടായി. അൻസിലയുടെ താൽക്കാലിക ജോലിയെ ആശ്രയിച്ചാണ് 2 മക്കളുള്ള കുടുംബം കഴിയുന്നത്. വീടിന് പൂർത്തീകരണ സർട്ടിഫിക്കറ്റും നമ്പറും കിട്ടാത്തതിനാൽ വാടക വീട്ടിലാണ്. തദ്ദേശ അദാലത്തിൽ മന്ത്രി MB രാജേഷിന്റെ നിർദ്ദേശപ്രകാരം അൻസിലയ്ക്ക് വേണ്ടി മാത്രം ജില്ലാ ജോയിന്റ് ഡയറക്ടർ, ജില്ലാ ടൗൺ പ്ലാനർ, കോർപ്പറേഷൻ സെക്രട്ടറി, അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർ അംഗങ്ങളായ ജില്ലാ സമിതി യോഗം ചേർന്നു. 2024 കെട്ടിട നിർമ്മാണ ക്രമവൽക്കരണ ചട്ടപ്രകാരം ക്രമവൽക്കരണ ഫീസായ 3000 രൂപ അടച്ച നിബന്ധനകളോടെ അൻസിലയ്ക്ക് പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകാൻ തീരുമാനിച്ചു. 3 സെന്റിന് താഴെയുള്ള സ്ഥലത്ത് നടത്തിയ ലൈഫ് PMY ഭവനം ആയതിനാലാണ് ഇളവുകൾ ലഭിച്ചത്. കൊച്ചി മേയറും ഡെപ്യൂട്ടി മേയറും ക്രമവൽക്കരണ ഫീസായ 3000 രൂപ ഇളവ് നൽകുമെന്നും മന്ത്രി അറിയിച്ചു. നവീകരിച്ച ഫോർട്ട് കൊച്ചി കുട്ടികളുടെ പാർക്ക് കുട്ടികൾക്ക് തുറന്നു നൽകാതെ സിനിമാ ഷൂട്ടിങ്ങിന് അനുമതി നൽകിയതിനെതിരെ നാട്ടുകാർ സിനിമാ ചിത്രീകരണത്തിനെത്തിയവരെ നാട്ടുകാർ തടഞ്ഞ് തിരിച്ചയച്ചു. ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാത്തതിനാൽ ഫോർട്ട് കൊച്ചി നെഹ്റു പാർക്കിൽ കുട്ടികളെ പ്രവേശിപ്പിക്കാറില്ല. നവീകരിച്ച പാർക്ക് കഴിഞ്ഞ 1 മാസത്തോളമായി പൂട്ടിക്കിടക്കുകയാണ്. പാർക്ക് കുട്ടികൾക്ക് തുറന്നു കൊടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ ചെവി കൊടുക്കാറില്ല. ഇതിനിടയിലാണ് സിനിമാ ചിത്രീകരണത്തിന് ശനിയാഴ്ച പാർക്ക് അധികൃതർ അനുവദിച്ചത്. നടപടി വലിയ പ്രതിഷേധത്തിനിടയാക്കി. ഇതോടെ നാട്ടുകാരിൽ ചിലർ ചേർന്ന് ചിത്രീകരണം തടഞ്ഞു. മന്ത്രിയുടെ തീയതി ലഭിക്കാത്തതിനാലാണ് നവീകരിച്ച പാർക്ക് ഉദ്ഘാടനം ചെയ്യാത്തതെന്നാണ് അധികൃതർ പറയുന്നത്. പാർക്കിന്റെ അവകാശികളായ കുട്ടികൾ കളിക്കാനാവാതെ മടങ്ങുമ്പോഴാണ് അധികൃതർ ചിത്രീകരണത്തിന് പാർക്ക് അനുവദിച്ചു നൽകിയത്. കുട്ടികൾക്ക് അനുമതിയില്ലാത്ത പാർക്കിൽ ഷൂട്ടിംഗും അനുവദിക്കില്ലെന്നായിരുന്നു നാട്ടുകാരുടെ വാദം. പ്രതിഷേധവുമായി കൂടുതൽ പേരെത്തിയതോടെയാണ് സംഗതി പന്തിയല്ലെന്ന് കണ്ട് ചിത്രീകരണത്തിനെത്തിയവർ സ്ഥലം വിട്ടു. CSMLന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ നവീകരണം നടത്തിയത്. നവീകരിച്ചപ്പോൾ നെഹ്റുവിന്റെ പേര് മാറ്റിയത് വലിയ വിമർശനത്തിന് ഇട നൽകിയിരുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനകത്ത് യുവാവ് മാലിന്യം തള്ളി. ഹരിത കർമ്മസേന മാലിന്യം നീക്കം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് വെങ്ങാല സ്വദേശി അനൂപാണ് ചാക്കിലാക്കിയ ദുർഗന്ധം വമിക്കുന്ന മാലിന്യം ജീവനക്കാരുടെ ക്യാബിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞത്. ഓട്ടോറിക്ഷയിൽ ചാക്കിൽ കെട്ടിയാണ് മാലിന്യം കൊണ്ടുവന്നത്. മാലിന്യം തള്ളുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ പരാതിയിൽ പെരുമ്പാവൂർ പോലീസ് കേസെടുത്തു. കോട്ടയം ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് മാലിന്യം ലോറിയിൽ കൊണ്ടുപോകുന്നതിനിടെ ചാക്ക് താഴെ വീണിരുന്നു. ഇത് വെങ്ങോല പഞ്ചായത്തിൽ നിന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ പ്രശ്നമുണ്ടാക്കിയതെന്നും ചാക്കിൽ നിന്ന് ലഭിച്ച രസീത് പോലീസിന് കൈമാറിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ഷിഹാബ് പള്ളിക്കൽ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ കോൺഗ്രസ് അംഗങ്ങളും സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് കോൺഗ്രസ് അംഗങ്ങളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് മാസം തോറും ലെവി നൽകണമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. ഇത്തരത്തിൽ സമാഹരിക്കുന്ന തുക DCCയുടെ നേതൃത്വത്തിൽ ചികിത്സാ ധനസഹായമായി വിതരണം ചെയ്യുമെന്നും മുഹമ്മദ് ഷിയാസ് അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃപ്പൂണിത്തുറ സീതാറാം കലാമന്ദിർ ഓഡിറ്റോറിയത്തിൽ നടന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലം ക്യാമ്പ് നവവീര്യം 2025 മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു മുഹമ്മദ് ഷിയാസ്. നിയോജകമണ്ഡലം ക്യാമ്പ് എക്സിക്യൂട്ടീവ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഉപനേതാവ് K. ബാബു MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തൃപ്പൂണിത്തുറ ബ്ലോക്ക് പഞ്ചായത്ത്
PC പോൾ അധ്യക്ഷനായിരുന്നു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S. അശോകൻ, UDF ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ, GCCA മുൻ ചെയർമാൻ N. വേണുഗോപാൽ, KPCC നിർവാഹക സമിതി അംഗം KB മുഹമ്മദ് കുട്ടി, KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. പ്രേമം സിനിമയിലൂടെ ഹിറ്റായ ആലുവയിലെ നീർപ്പാലം കമിതാക്കളുടെ ശല്യമടക്കമുള്ള കാരണങ്ങളാൽ ജലസേചന വകുപ്പ് അടച്ചുപൂട്ടി. പാലത്തിന്റെ രണ്ടറ്റത്തും മധ്യഭാഗത്തെ 2 പ്രവേശന കവാടത്തിലുമായി 4 ഇരുമ്പ് ഗേറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കമിതാക്കളുടെയും ലഹരിമരുന്ന് വിൽപ്പനക്കാരുടെയും സാമൂഹിക വിരുദ്ധരുടെയും ശല്യം വർദ്ധിച്ചതിനാൽ പാലം അടയ്ക്കുമെന്ന് വാർഡ് കൗൺസിലർ ടിൻഡു രാജേഷ് നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് നടപടി. ബോധത്താൻകെട്ടിൽ നിന്ന് ആലുവയിലേക്ക് എത്തുന്ന പെരിയാർ വാലി കനാൽ വെള്ളം പറവൂരിലേക്ക് കൊണ്ടുപോകാൻ 45 വർഷം മുൻപ് നിർമ്മിച്ചതാണ് ഉയരമേറിയ ഈ നീർപ്പാലം. കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ ഉളിയന്നൂരിൽ നിന്ന് ലഭിച്ച UC കോളേജിന് സമീപം അവസാനിക്കുന്ന പാലത്തിന് 4 കിലോമീറ്റർ നീളമുണ്ട്. പാലത്തിന്റെ അടിത്തട്ടിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. മേൽത്തട്ടിലൂടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ആകാശപാതയിൽ എന്ന പോലെ സുഖമായി നടക്കാം. അതാണ് ആകർഷണം. പ്രേമം സിനിമ ഇറങ്ങുന്നതുവരെ നാട്ടുകാർക്ക് മാത്രമേ ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പുറത്തുനിന്നുള്ളവരും വന്നു തുടങ്ങി. അതോടെ പ്രേമപാലം എന്നായി പേര്. ഉളിയന്നൂർ സ്വദേശിയായ BA അബ്ദുൾ മുത്തലീബ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായിരിക്കെ പാലം ടൈൽ വിരിച്ച് കൈവരികൾ നന്നാക്കി പെരിയാർ ഏരിയൽ വോക്ക് വേ എന്നാക്കി മാറ്റാൻ 50 ലക്ഷം രൂപയുടെ പദ്ധതി തയ്യാറാക്കിയിരുന്നു. മുത്തലിബ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതോടെ അത് മുടങ്ങി. കാലപ്പഴക്കത്തിന്റെ ചില്ലറ കേടുപാടുകൾ ഉണ്ടെങ്കിലും ഇന്നും പറവൂരിന്റെ ജലവാഹിനിയാണ് ഈ പ്രേമപാലം. വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ KV തോമസ് വിദ്യാധനം ട്രസ്റ്റ് നടപ്പാക്കുന്ന സമ്പാദ്യ കുടുക്ക വിതരണം നാളെ 11-ന് കുമ്പളങ്ങി OLF സ്കൂളിൽ നടക്കും. KG മാക്സി MLA ഉദ്ഘാടനം ചെയ്യും. പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് അധ്യക്ഷത വഹിക്കും. കുമ്പളങ്ങിയിലെ വിവിധ സ്കൂളുകളിലായി 1650 കുട്ടികൾക്ക് കുടുക്കകൾ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 15000 വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാധനം സ്കോളർഷിപ്പ് വിതരണം അടുത്ത ഘട്ടത്തിൽ നടത്തുമെന്ന് മാനേജിംഗ് ട്രസ്റ്റി KV തോമസ് അറിയിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രവുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന കാർഷിക മിത്രം പരിപാടി ജില്ലയിലെ 20 സ്കൂളുകളിൽ നടപ്പാക്കും. കൂടാതെ കുട്ടികൾക്കായി പത്രപാരായണ പദ്ധതിയും ഇതോടൊപ്പം നടപ്പിലാക്കും. മുള്ളരിങ്ങാട് വെള്ളക്കയം മേഖലയിൽ വെള്ളിയാഴ്ച വൈകിട്ട് അതിതീവ്ര മഴയെ തുടർന്ന് മലവെള്ളപ്പാച്ചിൽ. രാത്രി കോതമംഗലം പുഴ കരകവിഞ്ഞു. കവളങ്ങാട്, പല്ലാരിമംഗലം, വാരപ്പെട്ടി പഞ്ചായത്തുകളിലും നഗരസഭയിലും താഴ്ന്ന പ്രദേശങ്ങളിലും പുഴയോരത്തെ കൃഷിയിടങ്ങളിലും വെള്ളത്തിലായി. വീടുകളിലും കടകളിലും വെള്ളപ്പൊക്ക ഭീഷണിയുണ്ടായെങ്കിലും കൂടുതൽ നാശമില്ല. കുടമുണ്ട പഴയ പാലത്തിൽ വെള്ളം കയറി അടിവാട് കുത്തുകുഴി ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്നലെ ഉച്ചയോടെയാണ് വെള്ളം പൂർണ്ണമായി ഇറങ്ങിയത്. കനത്ത മഴയിൽ നേര്യമംഗലം നീണ്ടപ്പാറ പള്ളിക്ക് സമീപം രാത്രി ഇടുക്കി റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടായി. മലവെള്ളം കുത്തിയൊലിച്ചെത്തി ഭീഷണിയായതോടെ നീണ്ടപാറയിൽ ഏതാനും വീടുകളിൽ നിന്ന് ആളുകൾ മാറി താമസിച്ചു. ഇടവഴികളെല്ലാം തന്നെ തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.